നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങും. അതായത് ബ്രസ്റ്റ് മിൽക്കോ ഫോർമുല മിൽക്കോ അല്ലാതെ മറ്റെന്തെങ്കിലും ഭക്ഷണം, അത് കുറുക്കാകാം, ഫിംഗർ ഫുഡ് ആവാം, ഇഡ്ഡലി ആവാം, എന്തായാലും കൊടുത്തു തുടങ്ങുമ്പോൾ എപ്പോഴും അത് രാവിലെ കൊടുക്കുന്നത് നല്ലത്. അതായത് വൈകുന്നേരമായി പോകരുത്. എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. ഈ കുഞ്ഞിന് ഇത് എത്രത്തോളം പിടിക്കുമെന്ന് നമുക്കറിയില്ല, അവർക്കത് ഇഷ്ടപ്പെടുമോയെന്നറിയില്ല, വയറിന് നല്ലതാണോ എന്നറിയില്ല. അതുകൊണ്ട് എന്ത് സാധനവും നമ്മൾ കൊടുത്തു തുടങ്ങുമ്പം അത് രാവിലെ കൊടുത്തു തുടങ്ങുന്നതാണ് നല്ലത്. അതുപോലെ ഓരോ തവണയും ഓരോ ഫുഡും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം സിംഗിൾ ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കണം. അതായത് ഇന്ന് നമ്മളിപ്പം ഫിംഗർ ഫുഡായിട്ട് ക്യാരറ്റ് പുഴുങ്ങിയതാണ് കൊടുക്കുന്നത്. ക്യാരറ്റിനും പംകിനൂടെ ഒരുമിച്ചിട്ട് പുഴുങ്ങി അത് രണ്ടും കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കല്ലേ. ഓരോരോ ഫുഡായിട്ട് ഓരോരോ സാധനമായിട്ട് വേണം കൊടുത്തു തുടങ്ങാൻ. അല്ലെ നമ്മളിപ്പം കുറുക്കുണ്ടാക്കുകയാണ്, റാഗി കുറുക്ക് ഉണ്ടാക്കുന്നു. കുഞ്ഞല്ലേ, പോഷകഗുണം കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് കാഷ്നട്ടിൻ്റെ പൊടിയോ ആമണ്ടിൻ്റെ പൊടിയോ അതായത് ബദാം പൊടിയോ ഒക്കെ ഒന്നും അതിനകത്ത് അങ്ങനെ ചേർക്കരുത്. ആദ്യം അവർക്ക് കൊടുക്കുന്ന കുറുക്ക് ഇപ്പം ഏത്തക്ക പൊടിയോ അല്ലെങ്കിൽ റാഗിയോ ആണെങ്കിൽ അത് മാത്രം ആദ്യം കൊടുക്കുക. പിന്നെ നട്ട്സ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഓരോന്നോരോന്നായിട്ട് ചെയ്യുക. നമുക്ക് നട്ട്സിൻ്റെയൊക്കെ പല നട്ട്സിൻ്റെ ഒരുമിച്ചുള്ള സീഡ്സിൻ്റെയൊക്കെ പൊടിയൊക്കെ ഇപ്പം ഇഷ്ടം പോലെ കിട്ടും. വളരെ ഓർഗാനിക്കായിട്ട് ചെയ്യുന്നതും ആളുകൾ വീട്ടിൽ ചെയ്യുന്നതും ഒക്കെ. എന്ന് വെച്ചാൽ അത് വാരി ആദ്യമേ ഇടരുത്. ഇപ്പോഴേ കുഞ്ഞുങ്ങളിൽ പലതരം അലർജികൾ കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നു ലാക്ടോസ് ഇൻടോളറൻസും ഈ നട്ട്സ് അലർജീസും ഒക്കെ കൂടുതലായിട്ടും കുഞ്ഞുങ്ങളെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പലപ്പോഴും ഇവിടെയുള്ള കുഞ്ഞുങ്ങളിലും അങ്ങനത്തെ അലർജീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സിംഗിൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.